ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാനിതേ ഒരു യാത്രയിലാണ്. ഒരു ആശ്രമം കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഞാനിത് രണ്ടാമത്തെ തവണയാണ് കേട്ടോ ഇവിടെ വരുന്നത്. ആദ്യം വന്നത് രാത്രിയായിരുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. എല്ലാവരും ഒന്ന് പോയി കാണണം. ചിലപ്പോൾ ഒരുവിധ ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ കോഴിക്കോടാണ്, ശാന്തിഗിരി ആശ്രമമാണ് കേട്ടോ. ഈ ഒരു ആശ്രമം സ്ഥിതി ചെയ്യുന്നത് ശരിക്കും കോഴിക്കോട് കക്കോടിയിലാണ്. കുറച്ചും കൂടി കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് പറമ്പിൽ ബസാറിൽ ഇറങ്ങാം. പറമ്പിൽ ബസാറിൽ ആനാവക്കുന്നിലാണ് ഈ ഒരു വിശ്വജ്ഞാന മന്ദിരം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ ശരിക്കുള്ള പേര് വിശ്വജ്ഞാന മന്ദിരം എന്നാണ്. ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ ഒരു മന്ദിരം സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമ്മൾ റോഡുണ്ട്, കുന്ന് വരെ ആശ്രമം വരെ റോഡുണ്ട്. നടക്കൊന്നും വേണ്ട, നമുക്ക് വാഹനം അവിടെ മുന്നിലെത്തുന്നതായിരിക്കും കേട്ടോ. നല്ല പ്രകൃതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ. ഉച്ച സമയത്ത് പോവാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നല്ല വെയിലായിരിക്കും. കുന്നിൻ്റെ മുകളിലും കൂടിയാകുമ്പോൾ കുറച്ചുകൂടി തീവ്രത കൂടും. എന്നിരുന്നാലും നല്ല കാറ്റാണ്. ഞാനിത് ബൈക്കിലാണ് പോയത്. അപ്പോൾ ഇതേ ഇങ്ങനെ കാണാം കേട്ടോ. നല്ല രീതിയിൽ നമുക്ക് കുന്ന് കയറുന്നതിനനുസരിച്ച് ഈ ഒരു എന്താ പറയുക ബിൽഡിങ് കറക്റ്റായിട്ട് നമുക്ക് കാണാം. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒരുപാട് പറയുന്നുണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഇവിടെ പോകുമ്പോഴും അവർ നമുക്ക് തരുന്ന ഒരു ആനുകൂല്യമാണ് അവിടെ കാണുക, അവിടെ സന്ദർശിക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ അവിടുത്തെ എല്ലാ റൂൾസും റെഗുലേഷൻസും കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാല് കഴുകണം. ഇവിടെ ജാതിയില്ല, മതമില്ല, ആത്മീയത മാത്രമേ ഉള്ളൂ, സ്നേഹം മാത്രമേ ഉള്ളൂ, കരുണ മാത്രമേ ഉള്ളൂ. പരസ്പരം സ്നേഹിക്കുക, ബഹുമാനിക്കുക, ഇതൊക്കെ മാത്രമേ ഇവിടെ ഉള്ളൂ. അതിനുദാഹരണം എന്നോടൊപ്പം തന്നെ നടന്നു നീങ്ങുന്നത് നിങ്ങൾക്ക് കാണാവുന്നതായിരിക്കും. 2023 ഏപ്രിൽ 9 ഞായറാഴ്ചയാണ് കേട്ടോ ഇവിടെ തിരി തെളിഞ്ഞത്. ആ ഏപ്രിൽ 14 അതായത് വിഷുവിൻ്റെ അന്നാണ്. അതിൻ്റെ തലേന്നാണ്, വിഷുവിൻ്റെ അന്നല്ല, തലേ ദിവസം ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പടകൊക്കെ പൊട്ടിച്ച് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒന്നാമത് ഇവിടെ രാത്രി കയറിയിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. നമ്മൾ വേറെ എവിടെയോ പോയ ഒരു ഫീലായിരിക്കും ഉണ്ടാവുക. 3 നിലയിലുള്ള ഈ മന്ദിരം ഓരോ നിലയിലും 12 വീതം 36 ഇതളുകളുള്ള വിടർന്ന താമരയാണ് ഈ ഒരു ശില്പം. ഞാനും എൻ്റെ ഫാമിലിയും അനിയത്തിയും ഹസ്ബൻഡും കൂടിയാണ് ഇവിടെ വന്നത്. അവരുടെ വെള്ളമൊക്കെ കുടിച്ച് വരാണ്. സിപ്പപ്പൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇവിടെ ഫുഡ് ഐറ്റംസ് ഒക്കെ കിട്ടും. സിപ്പപ്പ്, ഐസ്ക്രീം അതൊക്കെ കിട്ടും. പിന്നെ ലഘുവായിട്ടുള്ള കടികളൊക്കെ കിട്ടും. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. അതേപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ടോയ്സ്, ഡ്രസ്സുകൾ അതും ഇവിടെ അവൈലബിൾ ആണ് വാങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിവിടെ കയറിയപ്പോൾ തന്നെ ഒരാൾ ഓടി വന്നു. അവർ പറഞ്ഞു നിങ്ങൾ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചു. ഞങ്ങൾ കഴിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞെങ്കിലും ഇവിടെ ഫുഡുണ്ട്, കഴിച്ചിട്ട് പോകണം കേട്ടോ എന്ന് പറഞ്ഞു. ഞങ്ങൾ കഴിച്ച് ഇറങ്ങിയ പാടാണ് വന്നത്. കാരണം ഞങ്ങൾ ഉച്ച സമയത്താണ് കേട്ടോ ഇവിടെ വന്നത്. ഒരു 2-3 മണിക്ക് എത്താനാണ് ഞങ്ങളിവിടെ കയറുന്നത്. നല്ല വെയിലാണ് ഗൈസ്. നല്ല വെയിലത്തൊന്നും ആരും പോവാതിരിക്കുക. കാരണം അതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കണമെങ്കിൽ നല്ല എന്താ പറയുക കാറ്റുണ്ടാവും കേട്ടോ. വെയിലുണ്ടെങ്കിലും നല്ല കാറ്റാണ്. പക്ഷേ ഈ ഒരു ആശ്രമത്തിൻ്റെ ആ ഒരു ഭംഗി ആസ്വദിക്കണമെങ്കിൽ നിങ്ങൾ രാത്രി പോകണം. ആ ഒരു വെളിച്ചമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരു ലോകത്തെത്തും. അപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോയിൽ മുഴുവനായിട്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല. കാരണം നല്ല വെയിലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് പുറത്തുനിന്നൊന്നും വീഡിയോസ് എടുക്കാനൊന്നും പറ്റിയില്ല. നല്ല പ്രകൃതിയാണ് കാണാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ എന്തായാലും അവിടെ വരെ പോകണം. ഞാൻ ഇനിയും പോകുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടൊരു വീഡിയോ എടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്.